കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല റിപ്പോർട്ടറിനോട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഒരു തർക്കവുമില്ല. ഒരു മതനേതാവിനും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ താനില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾ വയനാട് ചുരം ഇറങ്ങിയത് കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവില്ല. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിളിച്ചു. ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചു, ഞങ്ങൾ കൂട്ടായി സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു, കേരളത്തിൽ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ജയമുണ്ടായാൽ മുഖ്യമന്ത്രി ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അവിടെ ഞങ്ങളെല്ലാവരും അത് എഗ്രി ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു തർക്കവും ഉണ്ടാകാൻ പോകുന്നില്ല. സീറ്റുകളുടെ കാര്യത്തിൽ ഇവിടെ തർക്കം ഉണ്ടാകാൻ പോകുന്നില്ല. പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം അപ്പോൾ ഒരു ഘടകമാവില്ല. പാർലമെന്ററി പാർട്ടിയുടെ ഭൂരിപക്ഷത്തെക്കാളൊക്കെ ഉപരിയായി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇതെല്ലാം അറിയാവുന്നവരല്ലേ, അവർ തീരുമാനിക്കട്ടെ. റിപ്പോർട്ടറിന്റെ അഭിമുഖ പരിപാടിയായ നേരോ നേതാവിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. റോഷിപാലുണ്ട്. റോഷിപാൽ, ഇക്കുറി തർക്കമുണ്ടാവില്ല, അത് സീറ്റിന്റെ കാര്യത്തിലുണ്ടാവില്ല. വിശിഷ്യ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നേതാക്കൾ തമ്മിൽ തർക്കമുണ്ടാവില്ല. പോരവസാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, സംസ്ഥാനത്ത് കോൺഗ്രസിൽ ഐക്യത്തിന്റെ കാഹളം മുഴക്കിയെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ദേശീയ നേതൃത്വം ഇടപെട്ട, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട, പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും 3 കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയും വിളിച്ച് കൃത്യമായി ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം നൽകി. ആരാണ് കോൺഗ്രസിനെ നയിക്കുക അധികാരം ലഭിച്ചാൽ എന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന സന്ദേശമാണ് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് തീരുമാനിക്കുക എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ആർക്ക് ഭൂരിപക്ഷം എന്നത് പ്രസക്തമല്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ യുക്തമായ തീരുമാനമെടുക്കും. ഏതായാലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക. വയനാട്ടിലെ ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പകർന്നു. ഐക്യത്തിന്റെ കാഹളം മുഴക്കിയാണ് വയനാട് ചുരം ഇറങ്ങിയതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഏതായാലും 100 സീറ്റ് ലക്ഷ്യമിട്ടാണ് UDF വളരെ നേരത്തെ തന്നെ സംസ്ഥാനത്ത് പ്രചാരണം തുടങ്ങിയത്. ആത്മവിശ്വാസത്തോടെ തന്നെ തന്ത്രങ്ങൾ മെനയുകയാണ് UDF നേതൃത്വം. ഓക്കെ.